അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഇനി പറയുന്ന ഈ ചെറിയ ദിക്ർ ചൊല്ലിയാൽ ഞെട്ടിക്കുന്ന നേട്ടങ്ങൾ അവനിക്ക് നേടിയെടുക്കാൻ കഴിയും. ആ നേട്ടങ്ങൾ ഏതാണ് പതിവാക്കേണ്ട ആ ദിക്ർ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നല്ല മനസ്സോടെ അറിവിനെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും പതിവാക്കാൻ പറ്റിയ ദിക്ർ. ഈ ദിക്റിനെ അശുദ്ധിയുള്ളവർക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ചെറിയ ഒരു ദിക്റാണിത്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ. യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, അന്തസ് നൽകുന്നവൻ, പ്രതാപമേകുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഇസ്മാണിത്. ഈ ഇസ്മിനെ മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ പതിവാക്കുന്ന ദിക്റാണിത്. ഇത് പതിവാക്കിയാൽ സകല പ്രതാപികളും വഴിപ്പെടും. ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തനാകും. ജനങ്ങളുടെ ഇടയിൽ നിന്ദ്യനായിരിക്കുന്ന ആള് പ്രതാപിയായി മാറും. നമ്മുടെ സ്വന്തം ശരീരം ശുദ്ധിയാകും. മനക്കരുത്ത് വർദ്ധിക്കും. അപകർഷതാബോധം അവനിൽ നിന്ന് ഇല്ലാതാകും. തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ ഈ ഇസ്മിനെ പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും മഗ്രിബ് നിസ്കാര ശേഷം 140 തവണയാണ് യാ മുഇസ്സു യാ അല്ലാഹ് എന്ന ഇസ്മിനെ ചൊല്ലേണ്ടത്. 140 തവണ യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ് എന്ന് ചൊല്ലാൻ കുറഞ്ഞ സമയമേ ആവശ്യമുള്ളൂ. അവൻ്റെ ആഗ്രഹം നിറവേറും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും. ആരെയും ഭയപ്പെടാത്ത അവസ്ഥ വന്നു ചേരും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും. അപകർഷതാബോധം മാറിക്കിട്ടും. തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ഈ ഇസ്മ പതിവാക്കുന്നതിലൂടെ അവനിലേക്ക് വന്നു ചേരുന്നു. തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതലാണ് തിങ്കളാഴ്ച രാവ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതലാണ് വെള്ളിയാഴ്ച രാവ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ അറിവിനെ നിങ്ങൾ നല്ല മനസ്സോടെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.